Hi friends, today we are going to discuss about the gender of noun. കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നൗൺസിന്റെ ടൈപ്സ് അല്ലെ. ഏതൊക്കെ ടൈപ്സ് ആയിരുന്നു നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കോൺക്രീറ്റ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് നൗൺസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിരുന്നു. ആ സിമ്പിൾ ക്ലാസ് കേട്ടിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ അല്ലെ. ഒരു ടെൻഷനും വേണ്ട. അതിലും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ടൈപ്സ് നൗണിന്റെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ജെൻഡർ ഓഫ് നൗൺ. What do you mean by gender? Gender of noun. ഓക്കെ, നിങ്ങൾ ഏത് ജെൻഡറാ എന്ന് ഞാൻ ചോദിക്കട്ടെ. നിങ്ങളോട് ഏത് ജെൻഡറാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ചില ആളുകൾ പറയുന്നതാണ് ഞാൻ ബോയ്, ചില ആളുകൾ പറയുന്നത് ഞാൻ ഗേൾ ആണ് അല്ലെ. അത് തന്നെയാണ് മെയിൽ ഓർ ഫീമെയിൽ. മെയിൽ ഫീമെയിൽ, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് ആ ഒരു ബേസ് ചെയ്തിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുള്ള ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ബേസ് ചെയ്ത് വേർതിരിക്കുമ്പോൾ നമ്മൾ അതിന് ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആൺ പെൺ എന്ന് പറയുന്ന സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെ ആ സെയിം സാധനം തന്നെയാണ് ഇതും. ഓക്കെ, അപ്പൊ മെയിൽ ഓർ ഫീമെയിൽ, മെയിലിനെയും ഫീമെയിലിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നൗൺസിനെ വേർതിരിച്ചിട്ടുണ്ട്. അതാണ് ഇത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. നിങ്ങൾക്കിത് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, അതിന് ചെറിയ ചെറിയ ഇംഗ്ലീഷ് വേർഡുകളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിങ്ങൾ എന്താണ് പിക്ചറിൽ കാണുന്നത് ഒന്ന് പറഞ്ഞ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. വളരെ എന്താണ് ഇവിടെ ഫസ്റ്റ് കാണുന്നത്? ജെൻഡർ ഓഫ് നൗൺ. ഓക്കെ, ജെൻഡർ ഓഫ് നൗൺ. നൗൺസിന്റെ ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ 4 ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ തന്നെ കാണുന്നുണ്ട്. ഇതെന്താണ്? ഫെമിനിയൻ ജെൻഡർ. ഫെമിനിയൻ എന്താണ്? ഫെമിനിയൻ ആരാണത്? ഇവിടെ ക്യൂനെ കാണുന്നില്ല അവിടെ. അപ്പൊ എന്താണ് ഫെമിനിയൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഫീമെയിലിനാണ്. ഫീമെയിൽ നൗണിനാണ് എന്ത് പറയുന്നത്? ഫെമിനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ അല്ലെ. മാസ്കുലിൻ മെൻ. ഓക്കെ, ദെൻ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഒരേ ഇതാ ഈ ഒരു അവസ്ഥ അല്ലെ. ദെൻ കോമൺ ആയിട്ട് രണ്ടുപേരും ബോത്താണ് അല്ലെ, കോമൺ ആണ്. ഇവിടെ എന്തുണ്ട്? അവിടെ മെയിലും ഉണ്ട്, അതുപോലെ ഫീമെയിലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇത് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം. നൗൺസ് ഇൻ ജെൻഡർ. വി ക്യാൻ ഡിവൈഡ് ജെൻഡർ ഇൻടു 4 കാറ്റഗറീസ്. എത്ര കാറ്റഗറിയാണ്? 4 കാറ്റഗറീസ്. ഏതൊക്കെയാണ്? മസ്കുലിൻ ജെൻഡർ, ഫെമിനിയൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. ഓക്കെ, മസ്കുലിൻ എന്താന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? അതെന്താണ്? മെൻ ആണ് അല്ലെ. മെൻ. ഇതെന്താണ്? ഫീമെയിൽ. ഇതെന്താണ്? ഫീമെയിൽ ആണ്. ഓക്കെ, മെൻ ആൻഡ് ഫീമെയിൽ. ദെൻ മസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, കോമൺ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ. 4 ടൈപ്പാണുള്ളത് അല്ലെ. ഈ 4 ടൈപ്പ് ഇതാ ഇപ്പൊ തന്നെ പെട്ടെന്നൊന്ന് പറഞ്ഞു പഠിച്ചു നോക്കി. നിങ്ങൾ ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ മാത്രമൊന്നുള്ള ഒരു വലിയൊരു വിഷയമൊന്നുമല്ല. നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ 2 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, ഇതെങ്ങനെയാണ് അവിടെ? മസ്കുലിൻ ജെൻഡർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? എം ഉണ്ട്. എം എന്താണ്? ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം. മാനിന്റെ എന്താണ്? ഈ എം. അപ്പൊ എന്താണ്? മാസ്കുലിൻ ജെൻഡർ. ഫീമെയിൽ അല്ലെ. ഫീമെയിൽ അല്ലേ നമ്മൾ പറയാറുള്ളത്. ഫീമെയിലിന്റെ ഈ എഫ് കണ്ടോ? ആ എഫ് ആണ് ഇത് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ മെയിൽ ഫീമെയിൽ അതിൽ നിന്ന് തന്നെ എന്താണ്? മസ്കുലിൻ ജെൻഡർ ഫെമിനിൻ ജെൻഡർ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഇതിനടുത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 2 പേർക്കും കോമൺ. ഇത് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ 4 ടൈപ്പാണുള്ളത്. പെട്ടെന്നൊന്ന് പറഞ്ഞ് വീണ്ടും എല്ലാവരും ഒന്ന് വേഗം ഒന്ന് പറഞ്ഞ് 4 ടൈപ്പ് ഏതൊക്കെയാന്നുള്ളത്. മസ്കുലിൻ, ഫെമിനിൻ, കോമൺ, ന്യൂട്രൽ. ഇത്രയുള്ള പരിപാടി അല്ലെ. ഇത് നോക്കാം. മസ്കുലിൻ ജെൻഡർ. ഇനി എന്താണ് നമ്മൾ മസ്കുലിൻ ജെൻഡർ എന്നാ നോക്കാം. ഇതാ ഇവിടെ ഉണ്ട്, വളരെ സുന്ദരനായിട്ടുള്ള ഒരാളുണ്ട്. ഇത് തന്നെയാണ് മസ്കുലിൻ ജെൻഡർ. എന്താണ്? സൺ അല്ലെ. നോക്കാം. മസ്കുലിൻ ജെൻഡർ ഈസ് യൂസ്ഡ് ടു റെഫർ ടു നൗൺ വിച്ച് ആർ മെയിൽ. മെയിൽ ഇതാ മെയിൽ ആയിട്ടുള്ള ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. മനുഷ്യർ മാത്രമല്ല കേട്ടോ, മൃഗങ്ങളും പക്ഷികളിലും ഒക്കെ പെടുന്ന മെയില്. മനുഷ്യരിലും മൃഗങ്ങള് പക്ഷികൾ ഇതിലൊക്കെ പെടുന്ന മെയിലായിട്ടുള്ള ആളുകളെ യൂസ് ചെയ്യാൻ. ഇതിലൊക്കെ ഉണ്ടാവും ആൺ പക്ഷി പെൺ പക്ഷി ഉണ്ടാവില്ലേ. അതുപോലെ മൃഗങ്ങളിലും ഉണ്ടാവും ആണ് പെണ്ണ് എന്നുള്ള ഒരു ഡിഫറൻസ് അല്ലെ. അപ്പൊ അതിലെ മെയിലിനെ നമ്മൾ സൂചിപ്പിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മസ്കുലിൻ ജെൻഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ജെന്റിൽമാൻ, ആക്ടർ അല്ലെ, നടൻ അല്ലെ. നടിക്ക് നമ്മൾ എന്താണ് പറയാറ്? ആക്ടർ എന്നാണോ? അല്ല. അപ്പൊ നടന് നമ്മൾ എന്താ പറയാറ്? ആക്ടർ. ബുൾ അല്ലെ, കാള. ദെൻ ബോയ്,
പീകോക്ക്, സ്റ്റാഗ് എന്താണ്? ഡിയറിന്റെ മെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാഗ് എന്ന് പറയുന്നത്, മാനിന്റെ. ഓക്കെ, ദെൻ കിങ്, രാജാവ്, അങ്കിൾ, എന്താണ്? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആരാണ്? ഇതൊക്കെ മെയിലാണ് അല്ലെ? അപ്പൊ മെയിൽ ആയിട്ടുള്ള നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇത് നോക്കാം. മസ്കുലിൻ ജെൻഡർ നൗൺസ് അഗ്രി വിത്ത് മസ്കുലിൻ പ്രോണോൺ. എന്താണ് പ്രോണോൺ? പ്രോണോൺ നമുക്ക് അറിയില്ല എന്താണ്. നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രോണോൺ അല്ലെ? ഇവിടെ രാജു ആണെങ്കിൽ അതിന് പകരം നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? രാജു എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാജു എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ മടിച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഹീ പറഞ്ഞു അല്ലെ? ഹീ പറഞ്ഞ പിന്നെ അവന് അടുത്ത് എന്ത് പറയാം? ഹിസ്, അവന്റെ എന്ന് പറയാം. ഓക്കെ, അതൊക്കെ എന്താണ്? മെയിലായിട്ട് യൂസ് ചെയ്യുന്ന പ്രോണോൺ ആണ് അല്ലെ? നോക്കാം ഏതൊക്കെയാണ് മസ്കുലിൻ പ്രോണൗൺസ് എന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഹി ഉണ്ട്, ഹിം, ഹിസ്, ഹിംസെൽഫ് അല്ലെ? അവൻ, അവന്റെ എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹി, ഹിം, ഹിസ്, ഹിംസെൽഫ് എന്നൊക്കെയാണ്. ഇതൊക്കെയാണ് എന്ത്? മസ്കുലിൻ പ്രോണൗൺസ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. Here the sun bears down on the earth with his hot rays. സൺ അതിന്റെ ഹോട്ട് റൈസ് ആയിട്ട് എർത്ത് എന്ത് ചെയ്യാണ്? എർത്ത് നല്ല മനോഹരാക്കുന്നുണ്ട് അല്ലെ? ഇവിടെ സൺ എന്താണ്? സൂര്യൻ എന്താണ്? നിങ്ങൾ ബോയിനെയും ഗേളിനെയും മാത്രം പ്രതീക്ഷിക്കരുത്. സണ്ണിനെയൊക്കെ നമ്മൾ എപ്പോഴും ഒരു മസ്കുലിൻ ജെൻഡർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ? ഇനി ഇതിന്റെ പേരിലൊരു കോംപ്ലക്സ് ഒന്നും വരണ്ട. എന്താ സണ്ണിനെ നമ്മൾ മസ്കുലിൻ, സൺ എന്താ ആണാണോ? എന്താ നമ്മൾ ലേഡി ആയിട്ട് കരുതിയാൽ എന്താ സണ്ണിനെ എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട. അത് പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചു പോകുന്നതുകൊണ്ടാണ്. ഇനി കാലങ്ങൾക്ക് ശേഷം മാറും എന്നറിയില്ല. ഇപ്പൊ എല്ലായിടത്തും ഒരു ഈക്വാലിറ്റി ആണ് അല്ലെ? അപ്പൊ ഇനി കാലങ്ങൾക്ക് ശേഷം മാറും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ എന്തായാലും സൺ ആരാണ്? സൺ എന്തായാലും മസ്കുലിൻ ജെൻഡർ ആണ്. മസ്കുലിൻ ജെൻഡർ ആയതുകൊണ്ട് തന്നെ സണ്ണിന്റെ കൂടെ ആരാണ് എഗ്രി ചെയ്തിരിക്കുന്നത്? ഇവിടെ ഹിസ് ആണ്. ഇവിടെ സണ്ണ്, ഹിസ് അവന്റെ ഹോട്ട് റേസ്. ഈ അവൻ എന്ന് പറയുന്ന ആരാണ്? സണ്ണാണ്. സണ്ണിന്റെ ഹോട്ട് കിരണങ്ങൾ അല്ലെ? സൂര്യന്റെ പ്രകാശ ലക്ഷ്മികളാണ് എന്ത്? ഹോട്ട് റേസ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ സണ്ണ് എന്ന് പറയുന്ന ഹിസ് എന്താണ്? ഹിസ് അവന്റെ, ഐ മീൻ സണ്ണിന്റെ. അപ്പൊ സണ്ണ് ഇവിടെ ആരാണ്? മസ്കുലിൻ ജെൻഡർ ആണ്. അപ്പൊ അതിന് പകരം കൊടുത്തിരിക്കുന്ന മസ്കുലിൻ പ്രോണൗൺ എന്താണ്? ഹിസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. പവർ ഈസ് എ സ്ട്രേഞ്ച് ഫ്രണ്ട്. Power is a strange friend. His friendship is never permanent. അവന്റെ ഫ്രണ്ട്ഷിപ്പ് എന്താണ്? ഒരിക്കലും എന്താണ്? പെർമനന്റ് അല്ലെ? പവർ എന്താണ്? പവർ എല്ലാം എപ്പോഴും പ്രശ്നം തന്നെയാണ് അല്ലെ? പവർ എന്താണ്? വളരെ സംഭവമായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫ്രണ്ടാണ്. എപ്പോ വേണമെങ്കിലും എന്താണ്? സ്വഭാവം മാറാം അല്ലെ? പക്ഷെ നമ്മുടെ പവറിനെയൊക്കെ നമ്മൾ എപ്പോഴും എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? മസ്കുലിൻ ജെൻഡർ. പവറിന് നമ്മളൊരു മെയിൽ ജെൻഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ടും അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോണൗൺ എന്താണ്? മസ്കുലിൻ പ്രോണൗൺ എന്താണ്? ഹിസ് ആണ്. അപ്പൊ പവർ എന്താണ്? മസ്കുലിൻ ജെൻഡർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഹിസ് ആണ് അതിന് കൊടുത്തിട്ടുള്ള പ്രോണൗൺ. ഓക്കെ, അപ്പൊ മസ്കുലിൻ ജെൻഡർ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ പല എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പല സെന്റൻസുകൾ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ, അത് ചില വാക്ക് സണ്ണൊക്കെ എന്തായിരുന്നു, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സണ്ണൊക്കെ എന്താണ്? മസ്കുലിൻ ജെൻഡർ ആണ്. അങ്ങനെ പല സെന്റൻസുകൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? പല വാക്കുകളും എന്താണ്? മസ്കുലിൻ ജെൻഡർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ ഫെമിനിയൻ ജെൻഡർ. എന്താണ് ഫെമിനിയൻ? ഫെമിനിയൻ മീൻസ് എന്താണ്? ഫീമെയിൽ അല്ലെ? ഫീമെയിൽ ജെൻഡർ. ഓക്കെ, ഫീമെയിൽ ആയിട്ടുള്ള ജെൻഡേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ദെൻ ഫെമിനിയൻ ജെൻഡർ ഈസ് യൂസ്ഡ് ടു റെഫേഴ്സ് ടു നൗൺ വിച്ച് ആർ ഫീമെയിൽ. ഫീമെയിൽ ഹ്യൂമൻ അല്ലെങ്കിൽ അനിമൽ അല്ലെങ്കിൽ ബേർഡ് എന്തോ ആവട്ടെ കേട്ടോ. ഫീമെയിൽ വരുന്ന ഫീമെയിൽ വേർഷൻ അല്ലെങ്കിൽ ഫീമെയിൽ വരുന്ന പക്ഷിയോ അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ട് വരുന്ന അനിമലോ അല്ലെ? പെൺകുട്ടികളോ അല്ലെങ്കിൽ അനിമൽസിൽ ഉണ്ടാവുന്ന പെൺ അനിമലോ അല്ലെങ്കിൽ പെൺ ബേർഡോ ഇങ്ങനെയുള്ള ആ ഒരു ഫീമെയിൽ വേർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെമിനിയൻ ജെൻഡർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ ഒരു ഡോക്ടറെ കാണുന്നില്ല, മനോഹരമായിട്ടുള്ള ഒരു ഡോക്ടറെ കാണുന്നുണ്ട് അല്ലെ? അതെന്താണ്? ഫെമിനിയൻ ജെൻഡർ ആണ്. ഓക്കെ, നോക്കാം. ലേഡി, ആക്ട്രസ്, നടി അല്ലെ? അല്ലാതെ ആക്ടർ എന്നാണോ പറയുന്നത്? അല്ല, ആക്ട്രസ്, കൗ അല്ലെ? അപ്പുറത്ത് നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ബുൾ പഠിച്ചില്ലായിരുന്നോ? ദെൻ മദർ, പീഹൻ എന്താണ്? പീകോക്കിന്റെ എന്താണ്? പീകോക്കിന്റെ ഫീമെയിൽ വേർഷൻ ആണ് എന്ത്? പീഹൻ. ദെൻ ഗേൾ, ക്യൂൻ, വിമൻ അല്ലെ? ഇതൊക്കെ എന്താണ്? ഫീമെയിൽ ആണ്, ഫീമെയിൽ ജെൻഡർ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നല്ലേ? ഇത് ജസ്റ്റ് തിയറിയാണ്. തിയറി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്രാമർ പാർട്ട് പഠിക്കുമ്പോൾ എല്ലാ പാർട്ടും ക്ലിയർ ചെയ്തിട്ട് പഠിക്കണം എന്നുള്ളതാണല്ലോ. അപ്പൊ ഇതാണ്. ഇനി ഫെമിനിയൻ ജെൻഡർ എന്താന്ന്, ഫെമിനിയൻ നൗൺസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവരുത്. ഓക്കെ,
ദെൻ പ്രൊണൗൺ ഫോർ ഫെമിനിൻ ജെൻഡർ. ഇനി അതിനും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഷീക്ക് നമ്മള് രാജു എന്ന് പറയുമ്പോൾ നമ്മൾ ഹി യൂസ് ചെയ്യുന്നത്. അതുപോലെ രാധ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? അവളാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അവളുടെ അല്ലെ അവളുടേത് എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷീ യൂസ് ചെയ്യും, ഹെർ യൂസ് ചെയ്യും, ഹെർ സെൽഫ് എന്നൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? ഗേൾസിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫെമിനിയൻ പ്രൊണൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ എക്സാമ്പിൾ നോക്കാം. സ്പ്രിംഗ് ബ്ലെസ്സസ് ആസ് വിത്ത് ഹെർ ബൗണ്ടി. എന്താണ് സ്പ്രിംഗ്? നമ്മൾ സീസൺ ഒക്കെ അല്ലേ? സ്പ്രിംഗ് സീസൺ എന്താ? വളരെ പൂക്കളൊക്കെ നിറഞ്ഞ് വളരെ തണുത്ത കാറ്റൊക്കെ വീശുന്ന ആ സ്പ്രിംഗ് സീസൺ ഇല്ലേ, അതിൻ്റെ ബ്യൂട്ടിയൊക്കെ വളരെ മനോഹരമാണ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടില്ല? നേരത്തെ നിങ്ങൾക്ക് എന്തായിരുന്നു? പ്രശ്നമല്ലായിരുന്നോ? സണ്ണിനെ നമ്മൾ ആണാക്കി മാറ്റിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായിരുന്നു. പക്ഷെ ഒന്നും നോക്കണ്ട, അവിടെ സ്പ്രിങ്ങിനെ നമ്മൾ എപ്പോഴും എന്തായിട്ടാണ് കരുതുന്നത്? അതൊക്കെ ഫെമിനിയൻ ജെൻഡർ ആയിട്ടാണ് നമ്മൾ സ്പ്രിങ്ങിനെയൊക്കെ. ബ്യൂട്ടി ആയിട്ടുള്ള എല്ലാ വസ്തുക്കളെയും പൊതുവെ നമ്മൾ ഫെമിനിയൻ ജെൻഡർ ആയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറിനെ കുറിച്ച് പറയാം. വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. ആ ഫ്ലവർ അതിൻ്റെ ബ്യൂട്ടി നമ്മൾ എന്താണ്? അതിൻ്റെ ഹെയർ ബ്യൂട്ടി എന്നാണ് പറയുക. അപ്പോൾ ഫ്ലവറിനെയൊക്കെ നമ്മൾ എന്താണ്? ബ്യൂട്ടി ആയിട്ടുള്ള വസ്തുവാണ്. അപ്പം അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചില സമയങ്ങളിൽ അതിൻ്റെ ഭംഗിയൊക്കെ വിവരിക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് എന്ത് യൂസ് ചെയ്യും? ഹെയറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പ്രിങ് എന്താണ്? ഫെമിനിയൻ ജെൻഡർ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഹെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് The ship cradled us like we were her children. നമ്മളിങ്ങനെ ഷിപ്പ് ഇങ്ങനെ കടലിലൂടെയൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ കപ്പലിലും കടലിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തായിരുന്നു? നമ്മളിങ്ങനെ ആ ഷിപ്പിൽ കടന്നിട്ട് നമ്മളിങ്ങനെ ആടി, നമ്മൾ തൊട്ടില്ല, നമ്മൾ അമ്മമാരൊക്കെ തൊട്ടില്ല നമ്മളെ ഉറക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട്. അതുപോലെയാണെന്നാണ് പറയുന്നത്. എന്ത്? കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രാഡിൽ തൊട്ടിയിൽ കടന്നിട്ട് ഇങ്ങനെ ആടുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്തായിട്ടാണ് മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളത്? എന്തുമായിട്ടാണ്? ഹെറാണ്. ഓക്കെ, അപ്പോൾ ഷീ, ഹെർ, ഹെർ സെൽഫ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഫെമിനിയൻ പ്രൊണൗൺസ്. ഓക്കെ, ദെൻ കോമൺ. ഇനി കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ സെപ്പറേറ്റ് മെയിൽ ഫീമെയിൽ എന്നൊക്കെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് പറയുന്നതിന് പറയും ഇവരെയൊക്കെ നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ഓക്കെ, മെയിലാണ് ഫീമെയിൽ ആണെന്ന് പറയുന്നവർ നമുക്ക് ഇവരെയൊക്കെ കോമൺ ആയിട്ട് ഇവർക്കൊക്കെ ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇതാ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോമൺ ജെൻഡർ ഈസ് യൂസ്ഡ് ടു റെഫേഴ്സ് ടു നൗൺ വിച്ച് സ്റ്റാൻഡ് ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, മെയിലിനും ഫീമെയിലിനും ബോത്ത് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? കോമൺ നൗൺ. ഇവിടെ നോക്കാം. അപ്പോൾ ഇതാ രണ്ടുപേരും ഇവിടെ എന്താ? ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് മെയിലും ഇത് ഫീമെയിലും അല്ലേ? അല്ലേ, മെയിലും ഫീമെയിലും ആണ്. പക്ഷെ ഇവർക്ക് പകരം ഇവർക്ക് നമ്മളൊരു കോമൺ ആയിട്ട് ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? പൈലറ്റ് ആണ്. അല്ലാതെ ലേഡി പൈലറ്റ്, മെൻ പൈലറ്റ് അങ്ങനെയൊന്നും പറയാറില്ല. പൈലറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ ഡോക്ടർ. ഓക്കെ, എന്താണ് ഡോക്ടർ? ഇവിടെ ഡോക്ടർ ഉണ്ടോന്നാ ചോദിക്കുക അല്ലെ? അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അവിടെ ലേഡി ഡോക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ജെൻ ഡോക്ടർ ആണെങ്കിലും അവിടെ ആൺ ഡോക്ടർ ആണെങ്കിലും പെൺ ഡോക്ടർ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്താ ചോദിക്കുക? ഇത് ഡോക്ടർ ഉണ്ടോന്നാ ചോദിക്കുക അല്ലെ? അത്രയേ ഉള്ളൂ. ദെൻ അനിമൽ, മൃഗങ്ങള് മെയിൽ ഓർ ഫീമെയിൽ ആവട്ടെ, ബോത്ത്, അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് യൂസ് ചെയ്യുന്നതാണ് എന്ത്? അനിമൽ. ദെൻ ചൈൽഡ്, എന്താണ്? ചൈൽഡ്. ദെൻ ബേബി, കുട്ടി അല്ലെ? എന്തൊരു ക്യൂട്ടാണ് ആ കുട്ടിയെ കാണാൻ പറയാം. അല്ലാതെ ആ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ എന്താ യൂസ് ചെയ്യാറുള്ളത്? ബേബിയാണ്. ഓക്കെ, ദെൻ പ്രൊഫസർ, പേഴ്സൺ, ഫ്രണ്ട്. ഓക്കെ, ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും നമ്മൾ എന്താ പറയാറുള്ളത്? ഓക്കെ, നിങ്ങൾ എന്താ പറയാറുള്ളത്? നിങ്ങളൊരു ബോയ് വന്നു അപ്പം നിങ്ങൾ എന്താ പറയും? അതെൻ്റെ ഫ്രണ്ടാന്ന് പറയും. ഇനി ഒരു ഗേൾ ആണ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഗേൾസിനെ നോക്കിയിട്ട് നിങ്ങൾ എന്താ പറയാറ്? അവൾ എൻ്റെ ഫ്രണ്ടാന്നല്ലേ പറയാറുള്ളൂ. അപ്പം എന്താണ്? ഫ്രണ്ട്. ദെൻ കസിൻ, ബോയ് ഗേൾ ആയാലും ആരും ആവട്ടെ നമ്മൾ എന്ത് ചെയ്യും? കസിൻ എന്നാ പറയാം. സെലിബ്രിറ്റി, ഇൻസ്ട്രക്ടർ, പൈലറ്റ്, ഇതൊക്കെ എന്താണ്? കോമൺ ആയിട്ട്. ഇങ്ങനെ കോമൺ ആയിട്ട് ഒരുവിധം എല്ലാ തൊഴിലുകളും, പല തൊഴിലുകൾ, അതുപോലെ ഗേൾ, ബോയ്, ഇതൊക്കെ അങ്ങനെയുള്ള പല തൊഴിലുകൾ കൂടുതലും പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? കോമൺ ആയിട്ട് അവർക്ക് എന്തുണ്ടാവും? ഒരു വേർഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ കോമൺ ജെൻഡർ എന്താണെന്ന് മനസ്സിലായി. മെയിൽ ഓർ ഫീമെയിൽ ബോത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകളാണ് എന്ത്? കോമൺ ജെൻഡർ. ദെൻ എക്സാമ്പിൾ, The celebrity spoke about his private life. സെലിബ്രിറ്റി എന്ത് ചെയ്തു? അവരുടെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഹെർ പ്രൈവറ്റ് ലൈഫ് എന്ന് പറഞ്ഞാലും എന്താണ്? ഓക്കെയാണ്. കാരണം അവിടെ ഹിസ്സും ഹെറും വരും. പ്രൊണൗൺ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഹിസ്സും ഹെറും യൂസ് ചെയ്യാം. കാരണം കോമൺ പ്രൊണൗൺ ആണ്. അപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് യൂസ് ചെയ്യും? രണ്ടും യൂസ് ചെയ്താലും തെറ്റില്ല. കാരണം ഇവിടെ സെലിബ്രിറ്റി നമുക്ക് ഇവിടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തിരിച്ചറിയില്ല.
കാരണം മെയിലാണോ ഫീമെയിൽ ആണോ തിരിച്ചറിയില്ല. ആ വ്യക്തിയെ കാണണമെങ്കിൽ നമുക്ക് തിരിച്ചറിയും. അതായത് നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെലിബ്രിറ്റി എന്ന് കാണുമ്പോൾ നമുക്ക് എക്സാമിന് ഹിസ്സോ ഹെറോ കൊടുക്കാം. കാരണം എന്താണ്, സെലിബ്രിറ്റി ഹിസ് ആണെങ്കിലും ഹെർ ആണെങ്കിലും സെലിബ്രിറ്റി എന്താണ്, ബോത്ത് ആയിട്ട് കോമൺ ജെൻഡർ ആണ്. ഓക്കെ, ദെൻ മൈ കസിൻ ഈസ് ഇൻ ലവ് വിത്ത് ഹിസ് ഫ്രണ്ട്. കസിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടുമായിട്ട് എന്തായിട്ടുണ്ട്, വിത്ത് ഹിസ് ഈസ് ഇൻ ലവ് വിത്ത് ഹിസ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹെർ ഫ്രണ്ട്, രണ്ടും പറയാം. ഓക്കെ, കാരണം ഇവിടെ എന്താണ്, കസിൻ എന്താണ്, കോമൺ ജെൻഡർ ആണ് അല്ലെ. കസിൻ കോമൺ ജെൻഡർ ആയതുകൊണ്ട് നമുക്ക് ഹിസും ഹെറും പറയാം. ഓക്കെ, ദെൻ ദ ഇൻസ്ട്രക്ടർ ഗേവ് ഹിസ് ഇമെയിൽ അഡ്രസ്. ഇൻസ്ട്രക്ടർ എന്ത് കൊടുത്തു, അദ്ദേഹത്തിന്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. ഇൻസ്ട്രക്ടർ നമുക്ക് ലേഡി ആണോ അല്ലെങ്കിൽ അതൊരു ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമുക്കറിയില്ല, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹിസ് യൂസ് ചെയ്യാം, ഹെർ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഇത് എന്താണ്, ഹിസ് വേണോ ഹെർ വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എന്താണ്, ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണ്, കോമൺ ജെൻഡർ ആണ്. ഓക്കെ, ദെൻ ന്യൂട്രൽ ജെൻഡർ. ന്യൂട്രൽ ജെൻഡർ നോക്കാം. ന്യൂട്രൽ ജെൻഡർ ഈസ് യൂസ്ഡ് ടു റെഫർ ടു തിങ് വിച്ച് ആർ നോൺ ലിവിങ്. എന്താണ് ലിവിങ്ങും നോൺ ലിവിങ്ങും? നിങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ചെറുപ്പത്തിൽ മുതലേ നിങ്ങൾ കേൾക്കുന്നതാണ് ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും, ജീവനുള്ളവ ജീവനില്ലാത്തവ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് പറഞ്ഞാൽ എന്താണ്, ജീവനുള്ളതും ജീവനില്ല. നമുക്ക് ഇവിടെ നോൺ ലിവിങ് തിങ്സ് മതി. ഓക്കെ, എന്ത് മതി, നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണ്, ഇതിപ്പോ എന്താണ്, മെയിലും അല്ല ഫീമെയിലും അല്ല അല്ലെ. നിങ്ങളുടെ മുമ്പിൽ കമ്പ്യൂട്ടർ ഉണ്ട്, മൊബൈൽ ഉണ്ട്, ബുക്ക് ഉണ്ട്, പെന്നുണ്ട്, പെൻസിലുണ്ട്. ഇതിപ്പോ കോമൺ ആയിട്ടില്ല, എന്തായിട്ടില്ല, മെയിലായിട്ടില്ല, ഫെമിനിയനും ആയിട്ടില്ല, മസ്കുലിനും ആയിട്ടില്ല, കോമൺ ആയിട്ടില്ല. അപ്പൊ ഇവർക്ക് നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തണ്ടേ. അപ്പൊ അവരെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ദാ പില്ലർ, പ്ലേസ്, കമ്പ്യൂട്ടർ, ഫ്രൂട്ട്, ബിൽഡിംഗ്, കപ്പ്, പെൻ, പെൻസിൽ, ബുക്ക്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താണ്, ന്യൂട്രൽ ആണ്. ഇവർക്ക് എന്താണ്, നോൺ ലിവിങ് തിങ്സ് ആണ്, ജീവനില്ലാത്ത വസ്തുക്കളാണ് അല്ലെ. ഇങ്ങനെയുള്ളവയെ നമ്മൾ ഏത് ഭാഗത്ത് ഉൾപ്പെടുത്തും, ന്യൂട്രൽ എന്ന ഭാഗത്ത് ഉൾപ്പെടുത്തും. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പെന്ന്, ബുക്ക്, പെൻസിൽ, കമ്പ്യൂട്ടർ, ഇതൊക്കെ ഏതാണ് മക്കളെ, ഇതൊക്കെ ഏത് നൗണിലെ നിങ്ങൾ ഏത് ജെൻഡറിൽ നിങ്ങൾ ഉൾപ്പെടുത്തും, ന്യൂട്രൽ ജെൻഡറിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ഫെമിനിയൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. അതുപോലെ എന്താണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങളുടെ അച്ഛനുണ്ടാവും. അച്ഛനെ നിങ്ങൾ നോക്കിയിട്ട് അച്ഛൻ എന്താണ്, ഫെമിനിയൻ ആണോ മസ്കുലിൻ ആണോ? അച്ഛൻ എന്താണ്, അച്ഛൻ മസ്കുലിൻ ജെൻഡർ ആണ്. അമ്മ എന്താണ്, നിങ്ങളുടെ മദർ എന്താണ്, ഫെമിനിയൻ ജെൻഡർ ആണ് അല്ലെ. ഒരു കൂട്ടം കുട്ടികൾ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് അല്ലെ. അവിടെ ഒരു കൂട്ടം ബോയ്സ് അല്ലെ ഗേൾസ് ഒക്കെ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട്. അല്ലെ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും, അവരൊക്കെ എന്തായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കോമൺ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്, അവരെ നമുക്ക് കോമൺ ആയിട്ട് എന്ത് യൂസ് ചെയ്യാം, ബേർഡ്സ് എന്ന് യൂസ് ചെയ്യാം. ഒരുപാട് മൃഗങ്ങളുണ്ട്, അവർ നിങ്ങൾ കോമൺ ആയിട്ട് എന്ത് യൂസ് ചെയ്യും, ആനിമൽസ് എന്ന് യൂസ് ചെയ്യും. നിങ്ങളുടെ കയ്യിലെ പെന്ന്, ബുക്ക്, പെൻസിൽ, ഇറേസർ, ഇതൊക്കെ നിങ്ങൾ എന്തായിട്ട് യൂസ് ചെയ്യും മക്കളെ, ന്യൂട്രൽ ജെൻഡർ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗം കൂടെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പ്രോണൗൺ ഫോർ ന്യൂട്രൽ ജെൻഡർ ഉണ്ട്, അത് നോക്കട്ടെ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഫെമിനിയൻ ജെൻഡർ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്തു, ഫെമിനിയൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, ഹി, ഷീ, അതുപോലെ ഹെർ സെൽഫ് എന്നൊക്കെ യൂസ് ചെയ്തു. മസ്കുലിൻ ജെൻഡർ ആകുമ്പോൾ ഹി, ഹിസ് എന്നൊക്കെ യൂസ് ചെയ്തു. അതുപോലെ ബോത്ത് ആകുമ്പോൾ എന്താ, സുഖമാണ്, ഏത് യൂസ് ചെയ്യാം, ഹിസും ഹെറും യൂസ് ചെയ്യാം കോമൺ ആയപ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ന്യൂട്രൽ ആകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഇതിന് സ്വന്തമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് യൂസ് ചെയ്യാൻ. എന്താണ്, ഇറ്റ്, ഇറ്റ്സ്, ഇറ്റ് സെൽഫ്. ഓക്കെ, ഇറ്റ്, ഇറ്റ്സ്, ഇറ്റ് സെൽഫ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ന്യൂട്രൽ ജെൻഡറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ് പഠിച്ചു പോയത് അല്ലെ. ഇത്രയും വളരെ സിമ്പിളാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമറിന്റെ എല്ലാ ഭാഗവും എന്താണ്, വളരെ ഈസിയാണ്. ഇത് വളരെ നമ്മൾ പറയും കോഡ് ഉപയോഗിച്ച് പഠിക്കണം, മറ്റു പല കാര്യങ്ങളും ഉപയോഗിച്ച് പഠിക്കണം എന്നൊക്കെ പറയും. ഇതിനൊന്നും ആവശ്യമില്ല. വളരെ വൃത്തിയായിട്ട് കേട്ടിരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നൗണിന്റെ മറ്റൊരു പാർട്ടുമായിട്ട് കാണാം. എല്ലാവരും വളരെ നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.